ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു വ്ളോഗ് ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും വിഷുവൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അമ്മ പുലർച്ചെ തന്നെ കണിയൊക്കെ ഇറക്കിയിരുന്നു. നമ്മൾ പുലർച്ചെ 4:30 മണിക്ക് കഴിഞ്ഞിട്ട് കണിയൊക്കെ കണ്ട് കുറച്ച് പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചു. എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നീട് നമ്മൾ വേശാലയൊക്കെയാണ് പോയത്. അവിടെ അതിൻ്റെ പോകുന്ന വഴിക്ക് ഒരു പ്രതിഷ്ഠ നടക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു വെടിക്കെട്ടാണ് ഈ കാണുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ പരിപാടി കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പായസ വിതരണം നടത്തുന്നുണ്ട്. അമ്മയും സബിനേൻ്റെ ഒക്കെ ഈ പരിപാടി കാണാൻ രാവിലെ എത്തിയിട്ടുണ്ട് ഇവിടെ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ കാണുന്നതാണ് മണിക്കിണർ. ക്ഷേത്ര തിരുമുറ്റത്തൊക്കെ കാണുന്ന ചെറിയ കിണറാണത്. ആ കിണറിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ എടുക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെ ഒരു പാറേൻ്റെ കഷ്ണം, കരിങ്കല്ലിൻ്റെ കഷ്ണം കൂടി കാണുന്നുണ്ട്. അതിലൊക്കെ എന്തൊക്കെയോ ഒരു കൊത്തുപണി പോലെ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ നേരെ വേശാല വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി. അതിനടുത്ത് തന്നെ ഒരു വയലുണ്ട്, നല്ല അടിപൊളി വയലാണ്. അവിടുന്ന് ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു. വീടിനടുത്ത് തന്നെ പഴയൊരു തറവാട് വീടുണ്ട്, അവിടുന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. പിന്നീട് നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. നല്ല സദ്യ ആക്കിയിട്ടുണ്ടായിരുന്നത്. സദ്യയും പായസവും പപ്പടവും അവിയൽ കൂട്ടുകറി അങ്ങനെ അത്യാവശ്യം എല്ലാ കറികളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ സദ്യേൻ്റെ അകത്ത്. അവി ഒറ്റയ്ക്ക് തന്നെയാണ് ചോറൊക്കെ തിന്നത്. തന്നെ നല്ല ഇലയൊക്കെ വെച്ച് എല്ലാ കറിയും കൂട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് കഴിക്കുന്നുണ്ട്. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് അമ്പലത്തിലേക്ക് പോകണം. ഇന്ന് മഴയാണ്, നല്ല മഴയാണ് ഇന്ന്. വിഷുവിന് ആദ്യമായിട്ട് ഇങ്ങനെ നല്ലൊരു മഴ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള കുറ്റ്യാട്ടൂർ അമ്പലത്തിലേക്കാണ് പോയത്. നല്ല മഴയായിരുന്നു. വിഷുവിൻ്റെ ഈ സമയത്ത് സാധാരണ ഇങ്ങനെ മഴ ഉണ്ടാകാറില്ല, പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, നല്ല മഴയാണ് ലഭിച്ചത്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ നേരെ ആതിരേൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരുപാട് മുല്ലപ്പൂ ഇതേപോലെ വീണ് കിടക്കുന്നുണ്ട്. കമ്പത്തിരി എത്ര പാടുണ്ട്. 100ന്റെ പോയ മറ്റേ മംഗളത്തിന് മാലയല്ലേ കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ളു സ്ഥലം കേട്ടോ. 11 12 ബോണസ് അതുകൊണ്ട് മാറി
അതെ വലിയ പടി വർഷത്തിലൊരിക്കല്ലേ ഇറങ്ങി വന്നേ പിന്നെ വയ്യ വാഴാന്റെ അടി വന്ന് എല്ലാം ഓടി കടയിൽ കുടിക്കും അയ്യേ കളറല്ല മറ്റേ തന്നെ അങ്ങനെ രണ്ടാൾ പുളിയമാങ്ങ വറുക്കാൻ പോക്കാന്നേ. രണ്ടാളും കൂടി പുളിയമാങ്ങ പൊറുക്കി എടുക്കുന്നുണ്ട്. നല്ല രസമുള്ള മാങ്ങയായിരുന്നത്. നല്ലോണം പഴുത്തോരണം. സപ്പോട്ടയാണ് വലിയ സപ്പോട്ട കാണിക്കും. വീട്ടിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി എല്ലാവരും കൂടി വയലിലേക്ക് പോകലാന്നേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.